രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിൽക്കട്ടെ. ചുവന്ന പോളോ കാറിൽ സ്ഥലം വിട്ട ഏതോ ഒരു സിനിമാ താരത്തിൻ്റെ ചുവന്ന പോളോ കാറിൽ സ്ഥലം വിട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ കുറേ പേർക്ക് ഇതിലൊരു ക്ലാരിറ്റി ഇല്ല. പലരുടെയും വിചാരം രാഹുൽ ഈശ്വർ അങ്ങനെ എവിടെയും ഈ പറഞ്ഞിട്ടുള്ള വിക്റ്റമായ ലേഡിയുടെ ഇൻഫോർമേഷൻസ് പുറത്തു വിട്ടിട്ടില്ലല്ലോ, ഫോട്ടോ പുറത്തു വിട്ടിട്ടില്ലല്ലോ, ഒരു തരത്തിലും ആ വിക്ടത്തിനെ എന്താ പറയുക എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ന്യൂട്രലായിട്ടുള്ള ക്രൗഡിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ രാഹുൽ ഈശ്വർ ഓർ രാഹുൽ മാങ്കൂട്ടം തീറ്റ തന്ന് വളർത്തുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന PR ടീമുകളോടല്ല. ഓക്കെ, സോ ഫോർ ദ ന്യൂട്രൽ ക്രൗഡ് ഞാൻ എങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഈ വിക്ടമായിട്ടുള്ള സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തത് എന്നുള്ളതിൻ്റെ എക്സാക്ട് തുടക്കം മുതൽ ഇന്ന് നടക്കുന്ന ഹാപ്പനിങ്സ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊളിവിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ഓക്കെ, അതാണ് സിറ്റുവേഷൻ. ഞാൻ ആദ്യം ഇവിടെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, പല ആളുകളും പറയുന്നത് ഇല്ല, പറഞ്ഞിട്ടില്ല, രാഹുൽ ഈശ്വർ ഇതുവരെ എവിടെയും ഈ ലേഡിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഈ പെൺകുട്ടി ജനുവരി 8 2025 ജനുവരി 8 ഈ പെൺകുട്ടിയും ഭർത്താവും ഒരു പ്രമുഖ മറ്റൊരു മാധ്യമ പ്രവർത്തകയും നിൽക്കുന്ന ഫോട്ടോസും പിന്നെ സ്കൂൾ കലോത്സവത്തിന് ഇവർ ഒരുമിച്ച് പോകുന്ന ഫോട്ടോസും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ പാർട്ടിക്കാർ അടക്കം വളരെ സന്തോഷത്തോടു കൂടി എടുത്തിട്ട കാര്യങ്ങൾ ഞാനിപ്പോൾ നേഷൻ ഫസ്റ്റിന്റെ പ്രവർത്തകർ അറിയാൻ വേണ്ടിയാണ് ഇപ്പം നമ്മുടെ ഹർഷയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴും ഇല്ലേ, ഇപ്പോഴും ഇടാത്ത എന്തുകൊണ്ടാണ്? ഏതെങ്കിലും വളഞ്ഞ വഴി ഇടിയിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? ആ പയ്യന്റെ ഓഡിയോ എൻ്റെ ഇരിപ്പുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇടാത്തത്? അതൊരു മര്യാദ. ആ പയ്യൻ എനിക്ക് അനുമതി തന്നില്ല, ഞാൻ ഓഡിയോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു, ആ പയ്യൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്കളുടെ എനിക്ക് പാലക്കാട് വരെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്, താങ്കളുടെ പെർമിഷൻ കിട്ടുന്ന രീതിയിൽ ഞാൻ വന്ന് മേടിച്ചിട്ട് ഇട്ടോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എല്ലാം കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ പക്ഷെ ഒന്നും ഇടില്ല. വാട്സാപ്പിൽ എല്ലാവർക്കും ഞാൻ ഫോർവേഡ് ചെയ്യും. ഇതൊരു ന്യൂസ് ചാനലിൽ കയറി ഇരുന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ മൂപ്പര് അങ്ങോട്ട് പറയാണ് തുറന്നടിച്ച്, എൻ്റെ കയ്യിൽ ഈ ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്, അവർ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്നത്, പത്രപ്രവർത്തകയുടെ കൂടെ നിൽക്കുന്നത് ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ നാട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരില്ല, പക്ഷേ ഞാൻ വാട്സാപ്പിൽ ഞാൻ അയച്ചു തരും. നിങ്ങൾക്ക് ഞാൻ മീഡിയയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നത്? ഈ ഒരൊറ്റ സാധനം മതി ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ബുദ്ധിജീവി പെടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇയാൾക്ക് എന്താ ഓവർ കോൺഫിഡൻസിൻ്റെ ടോപ്പ് പോയിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും വാഴ നനയുന്നു എന്നാൽ ചീരിയും നനയട്ടെ. ഈ സ്കീം, അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതൊരു നനയലായിട്ടാണ് അയാൾ സ്വയം കാണുന്നത്. മനസ്സിലായോ? ഏത് രീതിയിലും എനിക്ക് വെളുപ്പിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ പൊളിറ്റിക്കൽ പവറുണ്ട്, മണി പവറുണ്ട്, മസിൽ പവറുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഈ സ്ത്രീ കൊടുത്ത കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇത് നാളെ ഒരു ഹണി ട്രാപ്പ് കേസായിട്ട് വരെ മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഇത് മാറ്റാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായ? ശരിക്കും രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കേസിലല്ല ശരിക്കും അയാളെ തൂക്കേണ്ടിയിരുന്നത്. കുറേ കേസുകൾ വേറെ ഉണ്ട്, കുറേ കൂടി ഗ്രാവിറ്റി കൂടിയ കേസുകൾ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ മുതിർന്ന നേതാക്കൾ തന്നെ പറയട്ടെ. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം ഒരു വിനയാകുന്ന പാരയാകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പം നിങ്ങൾ പറയാതെ ഉണ്ടാതിരിക്കുന്നതിൻ്റെ ആ ഒരു പശ്ചാത്താപം നിങ്ങൾക്ക് അന്ന് വരും. അന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. ഈ കേസ് പൊട്ടിക്കഴിഞ്ഞാൽ, ഈ കേസ് നിലനിൽക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് നിങ്ങൾ ഏതൊക്കെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഇത് പൊളിഞ്ഞു, അതും ഫേക്കാന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ രാഹുൽ ഈശ്വർ ഇതേപോലെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ ചാനലിൽ കയറി സംസാരിക്കുമ്പോഴും നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പറയില്ലേ, ആളെ ഞാൻ കാണിച്ചു തരില്ല പക്ഷെ തുപ്പി കാണിക്കാം. ഈ സ്കീമിലാണ് ഇയാളുടെ വർത്തമാനങ്ങൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം. ഇങ്ങേര് ഇപ്പോൾ സന്ദീപ് വാര്യർക്കും കേസ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എവിടെയും സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ വ്യക്തി ഓപ്പണായിട്ട് പബ്ലിക്കിൽ എഴുതിയിടുന്ന പോസ്റ്റിലോ ന്യൂസ് ചാനലിൽ സംസാരിക്കുന്നതിലോ ഒന്നും എവിടെയും ഇരയായ ഈ ലേഡിയുടെ ഐഡൻറ്റിറ്റി റിവീലാവുന്ന രീതിയിലൊന്നും ചെയ്തതായിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ എഴുതിയിട്ട സാഹചര്യത്തിലും ന്യൂസ് ചാനലിൽ സംസാരത്തിലുമൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വെല്ലുവിളിയിൽ ഉത്തരം കൊടുക്കാനുണ്ടായത്. ശരിക്കും രാഹുൽ ഈശ്വർ വെച്ച ട്രാപ്പിലേക്ക് ഇവിടെ സന്ദീപ് വാര്യർ പോയി ചാടിക്കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക്
ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. രാഹുൽ ഈശ്വർ ഇട്ടതാണ് കുറച്ച് ദിവസം മുമ്പ്. പെണ്ണ് പറയുന്നത് പച്ചക്കള്ളം, ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല, 4 ദിവസം മാത്രം കല്യാണം, സന്ദീപ് ജി രാഹുലിനെതിരെയുള്ള കള്ളങ്ങൾ പൊളിക്കണം. ഇതാണ് ആ പെർട്ടിക്കുലർ പോസ്റ്റ്. ഇനി ഞാൻ അതിൻ്റെ ഫസ്റ്റ് ആ ഒരു ഇനീഷ്യൽ പോർഷൻ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പേരും കള്ളി 4 ദിവസം മാത്രമാണ് കല്യാണമെന്ന്, എന്നിട്ട് 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. എന്തൊരു പെരും കള്ളമാണ് പെരും കള്ളി പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തുടങ്ങാൻ ഉദ്ദേശിച്ചാണ്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളിൽ ഒരാളായ സന്ദീപ് വാര്യർ കഴിഞ്ഞ വർഷം പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ്. ഇതിന്റെ ഒറിജിനൽ ചിത്രങ്ങൾ എന്റെ ഇരിപ്പുണ്ട്. ഇത് AI ആണ്. സന്ദീപ് വാര്യർ പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ്. ശ്രീ സന്ദീപ് വാര്യർക്കടക്കം പല ആൾക്കാർക്കും ഇവരുടെ കല്യാണത്തെയും ജീവിതത്തെയും കുറിച്ചും അറിയാം. അത് സന്ദീപ് ജി ശക്തമായി വെളിയിൽ വന്ന് പറയണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായ ഒരു അഭ്യർത്ഥനയാണ്. സന്ദീപ് ജിക്ക് എന്തെങ്കിലും ഒരു പങ്കെടുത്തൊന്നുമല്ല. അദ്ദേഹം അന്ന് നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടിയില് നേതാവായ, അവരുടെ യുവഘടകങ്ങളിൽ നേതാവായ ഒരു വ്യക്തിയുടെ കല്യാണത്തിന് പോകും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ല ഒന്നുമല്ല. സന്ദീപ് ജി ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള, ധാർമ്മികതയുള്ള, നൈതിക ബോധമുള്ള വ്യക്തിയുള്ള ഒരാളാണ്. എങ്ങനെ ഇരിക്കുന്നത്? അതായത് എനിക്ക് ആളറിയാം, ഇന്ത്യയിൽ ഫോട്ടോസ് ഉണ്ട്, എന്നാൽ ഞാനായിട്ട് വരെ ഞാൻ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്ത് തരില്ല, ഇല്ലെങ്കിൽ ഞാനായിട്ട് വരെ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. എന്നാൽ ഇവരെ അറിയാവുന്ന വേറൊരാളുണ്ട്, ആ ആൾക്ക് ഇവരെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഏത്? ആ വ്യക്തി ഇവരുടെ കല്യാണത്തിൽ പങ്കെടുത്തതാണ്. ഇതിലും വലിയൊരു ക്ലൂ ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഇവരെക്കുറിച്ച് ഇവരെ ആരെന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ കയറിയിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടോ അയാളുടെ ഈ ടൈമും ഡേറ്റും നിങ്ങൾ നോക്കിയാൽ മതി. പല സ്ഥലങ്ങളിലായിട്ട് ന്യൂസിൽ ഈ പറഞ്ഞ ഇരയായിട്ടുള്ള സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ ഡേറ്റുകളുണ്ട്. ആ ടൈം ലൈൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റിൽ നിന്ന് ഈസി ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഈ വിക്ടിമിനെ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഇത് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ 10 തലമുള്ള രാവണൻ എന്ത് ചെയ്യുന്നത്? ഇയാൾ സത്യത്തിൽ ഇതിനകത്തുനിന്ന് സ്വന്തമായി റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന പരിപാടി ഒന്ന്. രണ്ടാമത്തെ കാര്യം, മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്കീമിൽ വേറെപ്പെടുത്താം. ഓക്കെ, ഇതിന് ഈ പണിയാണോ കാണിക്കണ്ടേ? ഈ പണി കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ ഇതിലാരും മറ്റേ സ്കീമായിട്ട് വരേണ്ട ആവശ്യമില്ല. ഒരാണിന് വേണ്ടി സംസാരിച്ച രാഹുൽ ഈശ്വറിനെ സൈഡാക്കി ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ മാങ്ങാണ്ടി തലയന്മാർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഈശ്വറിന്. മനസ്സിലായ? രാഹുൽ ഈശ്വറിൻ്റെ അപ്പത്തെ അവിടുത്തെ മോട്ടീവ് തന്നെ എന്താ? ഇതിന് കുറച്ച് ഫെയിം ആവണം. അയാൾ ഫെയിം ആണ് ഓൾറെഡി, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫെയിം. മനസ്സിലായോ? ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ആൺ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്ന, വുമൻ കമ്മീഷൻ എങ്ങനെയാണോ അതുപോലൊരു മെൻ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് ഘോരഘോരമായി ഗർജിക്കുന്ന ഒരു സിംഹം ഇതായി മാറണം. അതാണ് മൂപ്പരുടെ ആവശ്യം. എന്താണെങ്കിലും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല, ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇപ്പോൾ 2 ക്ലൂ ആയല്ലോ. ഇനി ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് സന്ദീപ് വാര്യർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെസ്പോണ്ട് ചെയ്തതിലാണ് ശരിക്കും സന്ദീപ് വാര്യർ ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ സന്ദീപ് വാര്യർ ഇട്ട ഒരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിൽ ശരിയോടും എന്നെ ചിന്ത കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ്. താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. അവരുടെ വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല. മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഇത് സത്യമാണ്. ഇതെനിക്കറിയാവുന്നതാണ്. മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല. ഗുരുവായൂർ താലി കെട്ടിയതാണ്. ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്ത് അതാണ് എൻ്റെ നിലപാട്. സത്യം ജയിക്കട്ടെ. ഓക്കെ, ഇങ്ങനൊരു കാര്യം സന്ദീപ് വാര്യർ എഴുതിയിട്ടാണ്. ഈ എഴുതിയിട്ടതിലും സന്ദീപ് വാര്യർ ഗുരുവായൂരിന്ന് കല്യാണം കഴിഞ്ഞു, തിരുവനന്തപുരത്തൊപ്പം ജീവിക്കുന്നു. ആ സാധനം ഇങ്ങനെ പോണത് കണ്ട. അതായത് ഇവിടെ ഒരു നിയമമുണ്ട്. ഒരു ലേഡി പോയിട്ടൊരു പീഡന പരാതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വരാൻ പാടില്ല, അല്ലെങ്കിൽ പറയാൻ പാടില്ല, അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം. ഇപ്പോൾ AI ഒക്കെ വന്നുകൊണ്ട് AI ജനറേറ്റഡ് വളരെ സിമിലർ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോസ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കെതിരെ ആർക്കെങ്കിലും ഒരു വീഡിയോ ചെയ്യണം, എൻ്റെ ഫോട്ടോ ഉപയോഗിക്കേണ്ട, ബട്ട് ദേ ക്യാൻ ക്രിയേറ്റ് ആൻ AI ഇമേജ് ഓൾമോസ്റ്റ് സിമിലർ ലൈക്ക് എന്നെ പോലെ തന്നെയുള്ളത്. മനസ്സിലായോ? അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട്.
അതിന് നിയമമോ കാര്യങ്ങളോ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്റ്റഡി നിയമം അതിനെക്കുറിച്ച് ഉണ്ടെന്നുള്ളത് AI ഉപയോഗത്തിൻ്റെ, ഫോട്ടോ വീഡിയോസിൻ്റെ ഒക്കെ ഉപയോഗത്തിന്. അപ്പം അങ്ങനത്തെ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പാറ്റേൺ ഇവിടെ ബിൽഡ് ചെയ്തെടുത്തത് രാഹുൽ ഈശ്വറാണ്. അങ്ങനെ ചെയ്ത രാഹുൽ ഈശ്വർ, ഇതേപോലെ വാട്സാപ്പിൽ എല്ലാവർക്കും ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന രാഹുൽ ഈശ്വർ, അയാൾ ഇതിൻ്റെ പിന്നിൽ ഈ ഇരയായ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടുന്ന കോൺസ്പിറസിയുടെ ഹെഡ് അല്ലാതെ ആര് പറയും? ഞാൻ പറയും ഇയാളാണ് അതിൻ്റെ തന്ത്രം മെനഞ്ഞിട്ടുള്ളത്, ഇയാളാണ് അതിനുവേണ്ടി പിന്നിന്ന് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പം എന്ത് ചെയ്തത്, അറസ്റ്റ് ചെയ്ത് പിടിച്ച് ആത്തിട്ടത്. മനസ്സിലായോ? ഇനി സന്ദീപ് വാര്യർ അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും മറ്റും ചിലരും പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരുന്നു. പരാതിക്കാരുടെ ഐഡൻറ്റിറ്റി പുറത്തു പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചത്. പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്, ഇത് ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് സന്ദീപ് വാര്യർ എന്ത് ചെയ്തത്, ഇങ്ങനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ, അതായത് സന്ദീപ് വാര്യരുടെ പ്രൊഫൈലിൽ ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടേ, പോയി നോക്കൂ എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് വാര്യരെ നിങ്ങൾ വരൂ, ഇതിനെക്കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾക്ക് ധാർമ്മികത ഇല്ലേ, സത്യസന്ധത ഇല്ലേ എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യറിനെ വിളിച്ചു വരുത്തി ഈ രാഹുൽ ഈശ്വറിനെ കുരുട്ട് ബുദ്ധി. മനസ്സിലായ? ഇത് ഞാൻ ആദ്യം മുതലേ ഈ രാഹുൽ മാങ്കൂട്ടം വീഡിയോസ് ചെയ്തു തുടങ്ങിയ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ കാര്യം, രാഹുൽ ഈശ്വറും മെൻ കമ്മീഷൻ്റെ കുറേ വാലുകളും പിന്നെ കുറച്ച് PR ടീമുകളും ഉണ്ടെങ്കിൽ ഇവിടെ ഏതൊരാണിനും ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് സുഖമായിട്ട് പോവാം. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നത്? ദാറ്റ്സ് നോട്ട് റൈറ്റ് ഗൈസ്. അതിനൊരിക്കലും പിന്താങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവരെക്കുറിച്ച് പറയുമ്പോൾ പത്മജ വേണുഗോപാൽ ഇട്ടൊരു പോസ്റ്റ് കൂടി പറയണം. ഞാൻ പറയുമ്പോൾ പത്മജ വേണുഗോപാലിനെതിരെയും കൂടി ഒരു കേസ് എടുക്കണം. സത്യത്തിൽ അവരിട്ട പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. മനസ്സിലായോ? ഞാനതിൽ ഫോട്ടോ ഞാൻ വെക്കുന്നില്ല. അവരതിനിടയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഒരു കല്യാണ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. സോ കോൾഡ് എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പോൾ കറങ്ങി നടക്കുന്ന സന്ദീപ് വാര്യരും ആ ലേഡിയും അവരുടെ ഹസ്ബൻഡും ഉള്ള കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഫോട്ടോസ് അതിട്ടിട്ടാണ് പത്മജ വേണുഗോപാൽ എന്ത് ചെയ്തത്, ഇങ്ങനൊരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ലേഡിയുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടുക എന്നുള്ള ഈ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇത് പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അബദ്ധത്തിലോ ചെയ്തു പോയ ഒരുപാട് പേരുണ്ടേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു നൂലിട്ട് കൊടുത്തത് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഈ കുറുക്കനായതുകൊണ്ട് ഇയാളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണ്ടേ, ഇയാളെ അറസ്റ്റ് ചെയ്യണ്ടേ, ഇയാളെ കോൺസ്പിറസി പുറത്ത് കൊണ്ടുവരണ്ടേ, ഇയാൾ എങ്ങനെയാണ് ആ ലേഡിയുടെ ഹസ്ബൻഡുമായിട്ട് ഇത്ര ബന്ധം കീപ്പ് ചെയ്യുന്നത്, ഇയാൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൗത്ത് പീസ് ആവുന്നത് എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ. എങ്ങനെയാണ് ഇയാൾ ഈ PR കൊട്ടേഷൻ വാങ്ങുന്നത്, ഇതിൽ നിന്ന് ഇയാളുടെ ലാഭം എന്താ, മോണിറ്ററി ബെനിഫിറ്റ് വെച്ചിട്ടാണോ ഇയാൾ ഈ പണിയെടുക്കുന്നത്? ദിലീപിന് വേണ്ടി സംസാരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ നാട്ടിൽ ഇങ്ങനത്തെ കേസുകൾ വരുന്ന ഓരോരുത്തരെ കുറിച്ച് സംസാരിച്ചിറങ്ങുമ്പോൾ അതിന് അയാളുടെ ബെനിഫിറ്റ് എന്താ, അത് നമ്മൾ അറിയണ്ടേ. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഇറക്കി വിടുന്ന ഒരാളെ നമ്മൾ തിരിച്ചറിയണ ഒരു സാഹചര്യത്തിൽ. മനസ്സിലായോ? ഇനി ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ സരിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പല ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഫോട്ടോ പുറത്ത് വന്നതെന്ന് പറഞ്ഞിട്ട് വേറൊരു പോസ്റ്റ് സരിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും ഇതുപോലെ പലരും, രാഹുൽ ഈശ്വർ ആണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിലും DYFI ആണെന്നുണ്ടെങ്കിലും എന്തിന് ഈ ലേഡിയുടെ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും, ഞാൻ അത് എടുത്തോളും, ഭർത്താവാണെങ്കിൽ പോലും ഇവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടുന്ന രീതിയിൽ വരുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ആരിത് എക്സിക്യൂട്ട് ചെയ്തു, ആര് ഈ കൊട്ടേഷൻ കൊടുത്തു? ഇത് നാളെ ഭയങ്കര ഡേഞ്ചർ, ഞാൻ എഗെയിൻ പറയുന്നത് ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ്. നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ഇരയായ ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ആരും അവർക്ക് പറ്റിയ പ്രശ്നങ്ങൾ വന്ന് പറയില്ലടേ. എങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക്? കാരണം ഇതെല്ലാം പുറത്ത് വരാം. എല്ലാം പുറത്ത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പിന്നെ ഒരു നിയമം അങ്ങനെ വെച്ചിട്ടുള്ളത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എക്സ്ട്രീം ലെവൽ ഓഫ് സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഇരയ്ക്ക് കിട്ടേണ്ടതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട്. മനസ്സിലായോ? അതൊക്കെ ബ്രേക്ക് ചെയ്ത് അവരെ മാനസികമായി തകർത്ത് ആ രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ സംസാരിക്കും. ഓക്കെ, ഇനി
ഞാൻ അടുത്തത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് രാഹുൽ ഈശ്വർ, ഞാൻ എഗെയിൻ പറയുന്നു, ഇയാൾ കുറുക്കൻ എന്ന് പറഞ്ഞാൽ നല്ല A+ കുറുക്കനാണ്. രാഹുൽ ഈശ്വർ ഇട്ട ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കേൾക്ക്. സാറ് എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വല്ലതും വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. ഇന്ന് ശരി സാർ. ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. ഈ ഒരു വീഡിയോ രാഹുൽ ഈശ്വർ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു പോയതായിരിക്കാം, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ലാപ്ടോപ്പ്, സൈബർ പോലീസ് ചോദിക്കുന്നത് ലാപ്ടോപ്പാണ്, ഇയാൾ ഒളിപ്പിക്കുന്നതും ലാപ്ടോപ്പാണ്. മനസ്സിലായോ? സോ ഇത് ഈ ഇരയുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിട്ടതിൽ രാഹുൽ ഈശ്വറിന് എന്ത് റോൾ എന്നുള്ളതിൻ്റെ എക്സാക്ട് എന്താ പറയുക ഒരു പ്രൂഫ് ചിലപ്പോൾ ആ ഒരു ലാപ്ടോപ്പിലായിരിക്കും. കാരണം ഇയാളെ ഇത് അബദ്ധം പറ്റിപ്പോയത്. അവർ ലാപ്ടോപ്പ് ചോദിക്കുന്നുണ്ടേ, ഞാനത് ഒളിപ്പിക്കുകയാണേ, എന്നിട്ട് പോലീസുകാരോട് അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് ലാപ്ടോപ്പ് മറ്റേ ഇൻഫോ പാർക്കിലാണെന്നുള്ളത്. ഏജാതി കുറുക്കൻ. ഇത് കുറുക്കത്തരമാണ്, മണ്ടനുമാണ് തോന്നുന്നു. ഇത് വിളിച്ച് പറയുകയും ചെയ്തു വീഡിയോയിൽ, എന്നിട്ട് അത് പോസ്റ്റും ചെയ്തു. ഇനിയിപ്പോൾ ഈ സൈബർ പോലീസിന് അറിയാമല്ലോ ലാപ്ടോപ്പ് എവിടെയാണെന്നുള്ളത്. എന്നിട്ട് ഇന്ന് രാവിലെ ഇയാളെ പൊക്കി. ഇന്നലെ പൊക്കിയിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പറയുന്നത് കേട്ടോട്ടോ, വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ലാപ്ടോപ്പ് എടുക്കാൻ, വീട്ടിലോട്ട് കൊണ്ടുപോവാണ് വീട്ടിലോട്ട് കൊണ്ടുപോവാണ് എന്നുള്ളത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, എന്തിനാ ഇയാൾ ഇങ്ങനെ പറയുന്നേ എന്ന് വിചാരിക്കും നിങ്ങൾ. ശരിക്കും അതെന്താ അറിയോ, കള്ളനാണ് ഇയാൾ. ഇത് മീഡിയ കവർ ചെയ്യുന്നുണ്ട്, അയാൾക്കറിയാം. ഇത് അയാളുടെ ഭാര്യ കാണുന്നുണ്ട് എന്നറിയാം. അപ്പോൾ വീട്ടിലേക്ക് വരികയാണേ ലാപ്ടോപ്പ് ഒളിപ്പിക്കണേ. അത് പറയാൻ പറ്റില്ലല്ലോ, ഭാര്യയെ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മീഡിയനും ഇല്ല. ആദ്യം ഇരുന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരികയാണേ, എൻ്റെ ലാപ്ടോപ്പ് എടുക്കാൻ കൊണ്ടുപോവാണേ. കാരണം നമ്മൾ കണ്ട വീഡിയോനകത്ത് ലാപ്ടോപ്പ് ആ റൂമിനകത്തെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആശാൻ. ഇനിയിപ്പോൾ അത് വൈഫിനെ എങ്ങനെ അറിയിക്കണമല്ലോ. അപ്പം മീഡിയൻ്റെ മുന്നിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണേ, എൻ്റെ ലാപ്ടോപ്പ് എടുക്കാൻ പോവുകയാണെങ്കിൽ പറയുമ്പോൾ ഇനി ഭാര്യ ഒന്ന് ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഇനി അറിയാൻ പാടില്ല ഇനി ഈ ലാപ്ടോപ്പ് കിട്ടുമില്ല എന്നുള്ളത്. ഇത് മണ്ടനുമാണ്, പൊട്ടനുമാണ്, ഒപ്പം കുറുക്കനുമാണ്, ഒരു പ്രത്യേകതരം സ്പെസിമെൻ. ഇനി രാഹുൽ ഈശ്വറിന്റെ വൈഫ് എന്നല്ല പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കമന്റ്സ് എന്ന് പറയുന്നിടത്താണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. അതിജീവിതയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തോ, യെസ് ഓർ നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ്, ഒരാളുടെ പേരോ ആളുടെ മുഖമോ പുറത്ത് പറയാതെ മറ്റെന്ത് പറഞ്ഞാലും അത് ആരെക്കുറിച്ചും ആവാലോ. ഇപ്പം ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ താമസിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു, അവിടെയുള്ള വേറെ ആരെക്കുറിച്ചാവാം. സോ അത് നിയമത്തിനെതിരാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിയമത്തിനെതിരാണോ എന്ന് ചോദിച്ചാൽ നിയമത്തിനെതിരല്ല, പക്ഷെ കോമൺ സെൻസിന് ഇതെതിരാണ്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയുന്നൊരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാളെ റെഫർ ചെയ്യാൻ, അല്ലെങ്കിൽ അയാളിലേക്ക് ആളുകളുടെ ഒരു അറ്റൻഷൻ എത്തിക്കാൻ, അയാളെ ചുറ്റിപ്പറ്റിയ ഒരു കാര്യം, ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗറാന്ന് വിചാരിച്ചു, ഇപ്പോൾ ലെറ്റ്സ് എ മോഹൻലാൽ. ഓക്കെ, മോഹൻലാലിനെ കുറിച്ച് വീഡിയോ ചെയ്യാനിരിക്കുന്ന എനിക്ക് മോഹൻലാലിൻ്റെ പേര് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു റീസൺ കാരണം. ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ ഇങ്ങനെ തോള് ചരിച്ച് ഇങ്ങനെ ഇരിക്കും, എന്ത് മുന്നേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാലാന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇത് അതുപോലെ തന്നെ ഒരു സിമ്പിളാണ്. ഇപ്പോൾ അത് സെലിബ്രിറ്റി വിടും നിങ്ങൾ. ഞാൻ വേറൊരു റാൻഡം പേഴ്സണെ കുറിച്ചൊരു വീഡിയോ ആണ്,
ആ പേഴ്സണെ അയാളുടെ വീട്ടുകാർക്കും അയാളുടെ നാട്ടുകാർക്കും അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾക്കും അയാൾ എക്സിസ്റ്റ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തിലുള്ള ആളുകൾക്ക് അയാൾ അറിയാം. ഓക്കെ, ഞാനൊരു വീഡിയോ ഇട്ടൊരു കുറേ ക്ലൂ കൊടുക്കുകയാണ്. അയാളുടെ നിറം ഇങ്ങനെ, അയാളുടെ ജോലി ഇന്ന സ്ഥലത്താണ്, അയാൾ ഇത്ര കാലം ചെയ്തിരുന്നത് ഇന്ന കാര്യമാണ്, അയാളുടെ ഭർത്താവ് ഇന്ന വ്യക്തിയാണ്, അയാൾക്ക് ഇന്നതാണ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓബിയസ്ലി അവർ സ്വയം അങ്ങോട്ട് ആവും, എക്സ്പോസ്ഡ് ആയിപ്പോവും. അല്ലെങ്കിൽ നാട്ടുകാരത് കണ്ടുപിടിക്കും, ഇത് മറ്റവൾ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ നിയമത്തിൽ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ലൂപ്പ് ഹോൾസും കാണും. പക്ഷെ ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമില്ലേ, അതാണ് അവിടെ രാഹുൽ ഈശ്വർ ചെയ്ത് കൂട്ടിയെന്നുള്ളത് ദീപയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇവരുടെ സിറ്റുവേഷനിൽ ഭയങ്കര ഒരു സോറി ഫീലിംഗ് ആട്ടോ. കാരണം ഇവിടുത്തെ എല്ലാ പ്രമുഖ ന്യൂസ് ചാനലുകളും രാഹുൽ ഈശ്വറിനെ വെച്ചിട്ട് അവരുടെ പ്രൈം ഡിബേറ്റ് ഷോസ് റൺ ചെയ്തിട്ടുണ്ട് പല കേസുകളിലായിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇയാൾ അകത്തായതോട് കൂടിയിട്ട് ഒരാൾ പോലും ഇയാളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇയാളെന്താ ദേഷ്യ വൈരാഗ്യമുള്ള പോലെയാണ് പല ചാനലുകളും എന്ത് ചെയ്യുന്നത് രാഹുൽ ഈശ്വറിനെതിരെ ഈ കേസ് വന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അങ്ങനെ അറിയാൻ പാടില്ല. കാശ് മേടിച്ചിട്ടാണോ ഈ ചാനലിലൊക്കെ പോയിരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ നമുക്ക്. ഓക്കെ, പെയ്ഡായിട്ട് പോയിട്ടിരിക്കുകയാണെന്ന് അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു വൈരാഗ്യ ദേഷ്യമൊക്കെ ഞാൻ കണ്ടു ചില ചാനലുകാർ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ പിന്നെ ഭാര്യ തന്നെ ഇറങ്ങേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല. പിന്നെ അത്യാവശ്യം സൈബർ സർക്കിളിൽ പോരാളികളുണ്ടല്ലോ ഇവർക്ക്. രാഹുൽ ഈശ്വറിനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും ഒക്കെ ഒരേ ബെൽറ്റായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഈ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് അവരുടെ ഐഡൻറ്റിറ്റി, പേര് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഇങ്ങനെ തന്നെ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ് ഒരു ചാനലിൽ കയറിയിരുന്ന് പറഞ്ഞത് ഞാൻ എല്ലാവർക്കും വാട്സാപ്പ് ചെയ്ത് കൊടുക്കണ്ടേ, ഇതിൻ്റെ ഒരു ഫോട്ടോസ് ഉണ്ട്, മനസ്സിലായില്ലേ? അത് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവാവില്ലേ? ഇപ്പോൾ ഒരു പ്രമാദമായ കേസ്, ആ കേസിൽ ഏറ്റവും വാല്യുബിളായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സീക്രറ്റ്സ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊരാളുടെ ഐഡൻറ്റിറ്റി ആവാം, വേറെ എന്തെങ്കിലും ആവാം. ഇതൊക്കെ ഞാൻ കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാനിത് പറയുന്നില്ല, പബ്ലിഷ് ചെയ്യുന്നില്ല, ദാറ്റ്സ് ഫൈൻ. എന്താ അതിന് വരെ വന്നിരുന്നിട്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഈ ഞാൻ വന്നിരിക്കുന്ന ചാനലിലെ ആൾക്ക് വരെ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇറ്റ്സ് എ ക്രൈം. ആ ഒരൊറ്റ സാധനം മതി രാഹുൽ ഈശ്വർ പെടാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? ചില സാധനങ്ങൾ ബുദ്ധിജീവികൾക്കും കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അത് കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? ഞാനാണ് സൂപ്പർ, ഞാനാണ് അടിപൊളി, എൻ്റെ മുകളിൽ ഞാൻ ആളില്ല, ഞാനാണ് മെയിൻ എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് ഈ വിഷയം സംഭവിക്കുക. രാഹുൽ ഈശ്വറിന് ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറെക്കുറെ അത് സംഭവിച്ചിട്ടുണ്ട്. ദിലീപ് വിഷയത്തിലൊക്കെ വലിയ തട്ടുകേടില്ലാതെ ഇങ്ങനെയാണ് പോയി കിട്ടി. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല. ഈ വിഷയത്തിൽ ഈ മെൻ കമ്മീഷനും അതിൻ്റെ കുറച്ച് ഗുലുമാൽ ഗിമിക്കുകളൊക്കെ ഇതിനു മുമ്പ് ചെയ്ത് വന്നുകൊണ്ട് ഇയാൾ വേറൊരു ട്രാക്കിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഒരു അഗ്രസീവ് ഫേസ് കാണിച്ചു രാഹുൽ ഈശ്വർ. കുറച്ചും കൂടി ഒന്ന് സോർട്ടഡായിട്ട്, ഇതൊരു PR വർക്കല്ലേ, ഇത് ഞങ്ങൾ PR ചെയ്യുന്നില്ലേ എന്നെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ചും കൂടി ഒന്ന് മിതമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും അഗ്രസീവ് ആയിരുന്നില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയില്ലാത്തൊരവസ്ഥ അയാൾക്ക് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഈ കേസിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. എന്നാലും അത് ഏത് നടൻ്റെയോ കാറായിരിക്കുമടാ, പിച്ച് നടി റെഡ് പോളോ ആരതായിരിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ന്യൂസുകാർ ഇട്ട് തരികയാണ് നമുക്ക്. എന്തായാലും നമ്മളില്ല അന്വേഷിച്ച് പിടിച്ച് പോകാനൊന്നും, പുറത്ത് വരുന്നത് വരട്ടെ, എല്ലാം പുറത്ത് വരുമല്ലോ, വരാതിരിക്കുന്നില്ല. ഇവരെന്നെ ബ്രേക്ക് ചെയ്യും, ഇവരെന്നെ നമുക്ക് കാണിച്ചും തരും. അപ്പം ഇനി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.